ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് പൊട്ടറ്റോ ചിപ്സിൻ്റെ റെസിപ്പിയാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ ചിപ്സാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മീനൂസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൊട്ടറ്റോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് പീൽ ചെയ്തെടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് നേരിയതാക്കി പീൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പീലറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ആ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ഈ പൊട്ടറ്റോ പീൽ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇത് കുറച്ച് അകന്നാണ് ഇരുന്നത്, അപ്പോൾ ഒന്ന് അടുപ്പിച്ചിട്ട് നമ്മൾ നല്ലോണം നേരിയതാക്കി പീൽ ചെയ്തെടുക്കുക. അല്ലെന്നാണെങ്കിൽ നമുക്ക് നമ്മൾ ഈ തൊലിയൊക്കെ കളയുന്ന പൊട്ടറ്റിൻ്റെ തൊലിയൊക്കെ കളയുന്ന പീലറുണ്ടല്ലോ, അത് ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ പീൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ലോണം നൈസായി തന്നെ കിട്ടും. ഇപ്പോൾ കണ്ടില്ലേ, നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ നൈസായിട്ടാണ് കിട്ടുന്നത്. ഇത് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ പീൽ ചെയ്തെടുക്കാം. ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യേണ്ടത് ഒരു 3-4 പ്രാവശ്യം നല്ലോണം നമ്മളിത് വാഷ് ചെയ്തെടുക്കണം. കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിൻ്റെ ആ പൊട്ടറ്റോൻ്റെ ഒരു സ്റ്റാർച്ച് ഉണ്ടല്ലോ, അതെല്ലാം നല്ലോണം മാറണം. അപ്പോൾ അങ്ങനെ കഴുകി ഒരു 3 തവണയെങ്കിലും കഴുകി വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് കഴുകിയിട്ട് വരാം. ഇതിപ്പോൾ നല്ലോണം കഴുകി എടുത്ത് വെച്ചിരിക്കുവാണ്. ഒട്ടും തന്നെ വെള്ളമില്ലാതെ തന്നെ എടുക്കണം. എന്നിട്ട് നമ്മളിത് ഒരു സ്റ്റെപ്പും കൂടി ഇട്ടിട്ട് വെള്ളം നല്ലോണം മാറ്റണം. നല്ലൊരു ടവലിലേക്ക് മാറ്റി ഇതിൻ്റെ നനവെല്ലാം നമുക്ക് നല്ലോണം മാറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ടവൽ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ലോണം സ്പ്രെഡ് ചെയ്തൊക്കെ വെക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് നനവ് മാറ്റി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് നല്ലോണം നനവ് മാറ്റിയെടുക്കുക. ഒട്ടും തന്നെ നനവുണ്ടാവാത്ത രീതിയിലേക്ക് മാറ്റുക. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കുഴിയൻ ചട്ടിയിൽ ഞാൻ കുറച്ച് എണ്ണ ഇട്ടിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലോണം നേരിയതായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലോണം എണ്ണ ചൂടാവുന്ന സമയത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും. കരിഞ്ഞു പോവാതെ പെട്ടെന്ന് തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ട് ആ പാകത്തിൽ തന്നെ കിട്ടും. അപ്പോൾ അത് ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറി നിൽക്കരുത്. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. എല്ലാം ഒന്നും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല. ഇതുപോലെ തന്നെയാണ്. വീഡിയോയുടെ ലെങ്ത്ത് കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവും. ചൂടപ്പം പോലെ തീർന്നു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഉപ്പിടുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അത് എല്ലാം വറുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ജസ്റ്റ് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇത്ര ക്രിസ്പിയാണെന്ന് കാണുന്നില്ലേ നിങ്ങൾ? ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നോട് ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക് യു.